നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരിയിലാണ്. ചാനൽ റെഡിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പാർട്ട് 2 ആണിത്. നമ്മളുടെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സന്തോഷ് മാത്യു ഒക്കെയാണ്. അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ആറാട്ടണ്ണൻ. അതെ, ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ആറാട്ടണ്ണന്റെ കൂടെ ഒരു ദിവസമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. So we will have some very crucial questions to ആറാട്ടണ്ണൻ today. Let's watch. സന്തോഷ് ഏട്ടാ, ഇപ്പോ നമ്മൾ ഈ ഇന്റർവ്യൂല് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ ആദ്യമേ തന്നെ പറയാം, നമുക്ക് ശരിക്കും ഫ്രീ വില്ല് ഉണ്ടോ? മനുഷ്യർക്ക് ഫ്രീ വില്ല് ഉണ്ടോ? ഫ്രീ വില്ലാണ് പറയുന്നത്, ഡിറ്റർമിനിസ്റ്റ് അല്ല. നേച്ചർ ഡിറ്റർമിനിസ്റ്റിക് ആണ്. അതാണ് ക്വാണ്ടം മെക്കാനിക്സ് ഐൻസ്റ്റൈൻ റിജക്ട് ചെയ്യാനുള്ള കാരണം. ഹ്യൂമൻ ബീങ്സ് ഫ്രീ വില്ല് തന്നെയാണ്. കാരണം ഇപ്പൊ ഡിറ്റർമിനിസ്റ്റിക് ആണെങ്കിൽ വിധി ഉണ്ടെന്ന് പറഞ്ഞു. വിധി ഉണ്ടെങ്കിൽ പിന്നെ ദൈവം സംഭവം ഉണ്ടെങ്കിൽ ദൈവമാണ് ചെയ്യിപ്പിക്കുന്നതല്ല, പിന്നെ നമ്മുടെ കുഴപ്പമല്ല. അവസാനം മനുഷ്യനെ പണിഷ് ചെയ്യുന്നതിന് അർത്ഥമില്ല. ഗോഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. പിന്നെ രണ്ടാമത്തെ വാദം എനിക്ക് തോന്നിയത്, ചിലരുടെ ലൈഫ് വളരെ സക്സസ്ഫുൾ ആയി പോകും, ചിലരുടെ ലൈഫ് വളരെ ഫെയിലിയർ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും തോന്നുന്നില്ല. ഡിറ്റർമിനിസ്റ്റിക് ആയി തോന്നിയില്ല. ഹ്യൂമൻ ലൈഫ് പ്യൂർലി ഫ്രീ വില്ല. നമ്മുടെ ഇഷ്ടം അത് ബൈബിളിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ നേച്ചർ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടാണ് സയന്റിസ്റ്റുമാർ പറയുന്നത്. ഹ്യൂമൻ ലൈഫ് ഡിറ്റർമിനിസ്റ്റിക് അല്ല. എന്റെ ഒരു റിയൽ ഡൗട്ട് ഇതാണ്, ഫ്രീ വില്ലിന്റെ കാര്യം പറയുമ്പോൾ അത് ശരിക്കും സബ്ജക്റ്റീവ് മൊറാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആണ്. നമ്മൾ നമ്മളുടെ ലോജിക്കും നമ്മളുടെ തിങ്കിങ്ങും നമ്മുടെ ഫ്രീഡം ഉണ്ട്, ഫ്രീഡം അനുസരിച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ആ ഫ്രീ വില്ല് സത്യം പറഞ്ഞാൽ മിസ്യൂസ് ചെയ്യാം, യൂസ് ചെയ്യാം. അത് നമ്മൾ ഫണ്ടമെന്റലി ഫ്രീ വില്ല് നമ്മൾ അനുവദിക്കണോ വേണ്ടേ? ഫ്രീ വില്ല് വേണം, പക്ഷെ ഇങ്ങനെ കണ്ടീഷൻ കൊടുക്കാമായിരുന്നു. മനുഷ്യർക്ക് ഗുഡ് ആൻഡ് സ്ട്രോങ് മൈൻഡ്, നല്ല മനസ്സ്, സ്ട്രോങ് മൈൻഡ്. അങ്ങനെയാണെങ്കിൽ ഫ്രീ വില്ല് മിസ്യൂസ് ചെയ്ത് ഈ ബൈബിൾ പറഞ്ഞ പോലെ പാപം അങ്ങനെ നെഗറ്റീവിലേക്ക് പോകില്ല. ഗുഡ് മാത്രം, നല്ല മനുഷ്യ മാത്രമായിട്ട് കാര്യമില്ല, ഗുഡ് ആൻഡ് സ്ട്രോങ് മൈൻഡ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഫ്രീ വില്ല് മിസ്യൂസ് ചെയ്യില്ല. നമ്മൾ കുറച്ചുകൂടെ ബ്രോഡായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ലൈഫിന്റെ ശരിക്കും പർപ്പസ് എന്തായിരിക്കും? കുറച്ചുകൂടെ ബ്രോഡായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ജീവിതത്തിന്റെ പർപ്പസ്, ഉദ്ദേശം എന്തായിരിക്കും? അത് ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുക, ഒപ്പം ബാക്കി ജെന്യൂൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ റിലീജിയൻ ബിലീവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ റിലീജിയൻ ബിലീവ് ചെയ്യുന്നു, അതല്ല ഏതാ റിലീജിയൻ, ശരിക്കും റിലീജിയൻ, അങ്ങനെ ട്രൂത്തിന് സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു മൈൻഡും വേണം, ക്യൂരിയോസിറ്റി വേണം, നമ്മൾ സെർച്ച് ചെയ്യണം. പക്ഷേ ബേസിക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരിലുണ്ടാവും, അവരെ നെഗ്ലക്ട് ചെയ്ത് നമ്മുടെ കാര്യത്തിലേക്ക് പോകുന്നത് സെൽഫിഷ്നെസ് ആണ്. ഇവൻ ഇന്ത്യൻ സന്യാസം പോലും എല്ലാം വിട്ടിട്ട് പോകുന്നത്. നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം സൊസൈറ്റിക്ക് ചെയ്യാം. ചാരിറ്റി ബിഗിൻസ് ഔട്ട് ഹോം എന്നുള്ള നമുക്ക് വീട്ടിൽ ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്തിട്ട് വേണം മറ്റുള്ളവർക്ക് പോകണം. അവരെ നെഗ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ കാര്യം പോവുകയാണെങ്കിൽ സെൽഫിഷ്നെസ് ആണ്. ഈവൻ സൂയിസൈഡ് പോലും ഒരു കമ്മിറ്റ്മെന്റിലുള്ള ആളാണെങ്കിൽ സൂയിസൈഡ് ചെയ്താൽ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ടെങ്കിൽ ആ സൂയിസൈഡ് ശരിയല്ല. ആരും ഇല്ലെങ്കിൽ, ഒരു കമ്മിറ്റ്മെന്റിലില്ല, ഒന്നും ഇല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്താൽ കുഴപ്പമില്ല. എല്ലാവർക്കും സൂയിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സൂയിസൈഡ് ഫണ്ടമെന്റലി എത്തിക്കലി റോങ്. അല്ല, അത് കുറച്ച് വീക്ക് ആയിട്ട് ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. സ്ട്രോങ് ആയ ആൾക്കാർ ഒരിക്കലും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് അഡ്വാൻസ് കണ്ടീഷൻ വരുമ്പോൾ സൂയിസൈഡ് ചിന്തിക്കണം. പക്ഷെ അതാണെങ്കിൽ പോലും എല്ലാവർക്കും സൂയിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. കാരണം നമുക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ, ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല, ഒന്നുമില്ല, ഫ്രീ ബേർഡ് ആണെങ്കിൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ആരും ഇല്ലെങ്കിൽ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ സെൽഫിഷ്നെസ് ആണ്. ആത്മാവിൽ വിശ്വസിക്കുന്നു. ഞാൻ ആത്മാവിൽ സയന്റിഫിക്കലി സോൾ ഇല്ല പറയും. എന്നാൽ ശ്രീകുമാർ തമ്മിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ജീവനാണ് സോളായിട്ട് പറയണം. അത് ഉണ്ടാവായിരിക്കാം. അതൊരു ട്രാൻസ്ജെൻഡറായ വേൾഡ്, ഉണ്ടാവായിരിക്കാം. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. അപ്പോ ഫണ്ടമെന്റലി നമ്മൾ സയന്റിഫിക്കലി നോക്കുവാണെങ്കിൽ ഈ സയൻസ് ഇവിടുത്തെ ഏറ്റവും അവിടെ എല്ലാവരും സയന്റിഫിക് അങ്ങനെ ഒരു ഇല്ല. അധികം സയൻസ് കൊണ്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സയൻസിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പറഞ്ഞോളൂ. നിങ്ങൾ എന്തുകൊണ്ട് ഐൻസ്റ്റൈൻ്റെ പേര് പറയുമ്പോൾ ഷേക്സ്പിയറിന്റെ പേര് പറയുന്നില്ല? അല്ലെങ്കിൽ അങ്ങനെ എത്ര പേരുണ്ട്, ബീത്തോന്റെ പേര് പറയുന്നില്ല? എല്ലാവരും ഈ സയന്റിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരും വേണം. എല്ലാവരും എൻകറേജ് ചെയ്യണം. മരണശേഷം ഒരു എന്താകുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. മരണശേഷം ജീവൻ അതൊരു ട്രാൻസ്ജെൻഡറിലെ കാര്യങ്ങളാണ്. നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മരണശേഷം നമുക്ക് പറയാൻ പറ്റും. പിന്നെ സ്പിരിച്വലായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. സ്പിരിച്വൽ ചിന്തിക്കാൻ നമുക്ക് പ്രതീക്ഷയുണ്ട്, മെറ്റീരിയലിസ്റ്റ് ചിന്തിക്കാൻ പ്രതീക്ഷയില്ല. പക്ഷെ അതല്ല, ഇപ്പം ഞാൻ പറഞ്ഞുപോയിട്ടുണ്ട്, നമ്മൾ ഒറിജിനൽ യൂണിവേഴ്സ് പലതും നമുക്ക് ഉത്തരവില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഒരു കോഴിമുട്ടയുടെ ഉള്ളിലുള്ള കോഴിക്കുഞ്ഞിന്റെ അവസ്ഥ പൊട്ടുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ മരണശേഷം നമുക്ക് ഉത്തരം കിട്ടാം. പക്ഷെ ലൈഫ് ആഫ്റ്റർ ഡെത്ത് നമ്മൾ സ്പിരിച്വലി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഈ സ്പിരിച്വാലിറ്റി മെന്റൽ ഹെൽത്ത് നല്ലതാണ്.
ഭയങ്കര ലോജിക്കൽ എത്തിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ട്രാജഡിയാണ്. അവർക്ക് മനസ്സമാനം ഉണ്ടാവില്ല. പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ അധികം പ്രാർത്ഥിക്കുന്ന ആളല്ല. വളരെ ഞാൻ പേഴ്സണലി ബിലീവറാണ്. ഇന്റലക്ച്വലി അഗ്നോസ്റ്റിക് ആണ്, ഹ്യൂമാനിറ്ററിയിൽ എത്തിസ്റ്റ് ആണ്. 3 ബിലീഫ് ഉണ്ട്. പ്രയറിന് ശരിക്കും സ്പിരിച്വാലിറ്റി പ്രയർ ആർക്കും വേണം ചെയ്യാം, പ്രാർത്ഥിക്കാൻ ആർക്കും ചെയ്യാം, പ്രവൃത്തിയിലാണ് കാര്യം. മൈ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് പ്രയർ ശരിക്കും മെന്റൽ ഹെൽത്തിൽ അത് ഒരുപാട് നല്ലതാണ്. സ്പിരിച്വാലിറ്റി മെന്റൽ ഹെൽത്ത് നല്ലതാണ്. ആ ഒരു പോയിന്റ് ഉണ്ട്. റിലീജിയനും സ്പിരിച്വൽ വ്യത്യാസമുണ്ട്. സ്പിരിച്വൽ ആണെങ്കിൽ നിങ്ങൾ മെന്റലി നല്ല സ്ട്രോങ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ അധികം കസ്റ്റംസ് ഒന്നും അങ്ങനെ ഇപ്പൊ ഫോളോ ചെയ്യുന്ന കുറവാണെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധി ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതിപ്പോ നമുക്ക് ഒരു ഓപ്ഷനായി വരുമ്പോൾ ഏത് വലിയ എത്തിസ്റ്റ് ആയാലും ചിലപ്പോൾ പ്രാർത്ഥിക്കണ്ടാവും മനസ്സിൽ. കാരണം അങ്ങനെ അവസ്ഥ നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ രഹസ്യമായി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരും. അല്ല മനസ്സിലെങ്കിലും ചില പറയാൻ പറ്റില്ല, ഭയങ്കര സൂപ്പർ ഹ്യൂമൻ ആൾക്കാരുണ്ട്, ഭയങ്കര മനഃശക്തിയുള്ള ആൾക്കാർ, അവർക്ക് ഇതൊന്നും വേണ്ട. ഈ മരണം പുതിയൊരു ബിഗിനിങ് ആണ്. മരണം ഒരു ഹാർഷ് റിയാലിറ്റിയാണ്. മരണം കഴിഞ്ഞ് ലൈഫ് ഉണ്ടോ ഇല്ലോ ചോദിച്ചാൽ ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. അത് നമുക്ക് ഉത്തരവില്ല. ഇപ്പൊ മെറ്റീരിയലിസ്റ്റുകൾ പറയണില്ലെന്ന് പറയണം, അതോടെ എല്ലാം കഴിഞ്ഞെന്ന് പറയണം. സ്പിരിച്വൽ ആൾക്കാർ പറയണു സ്വർഗം നരകം, അങ്ങനെ ട്രാൻസ്ലേറ്റ് വേൾഡ് ഉണ്ടാവാതിരിക്കാം. കോൺസെപ്റ്റ് ആണോ റിയാലിറ്റി ആണോ? നമുക്ക് അത് മരിച്ച ശേഷം പറയാൻ പറ്റുള്ളൂ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിന്റെ കാര്യം പറയണേ, എല്ലാം മായ എന്നൊക്കെ പറയും. ഇല്യൂഷൻ എന്ന് പറയും. യൂണിവേഴ്സ് ഒരു ഇല്യൂഷൻ ആയിട്ട് തോന്നുന്നുണ്ട്, എക്സിസ്റ്റൻസ് ഒരു ഇല്യൂഷൻ ആയിട്ട് തോന്നുന്നു. അല്ല, അതെനിക്ക് തോന്നിയിട്ടില്ല, ഇല്യൂഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. അതിൽ കുറെ റിലീജിയനിലെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, റിച്വൽസ് എല്ലാം അവർക്ക് ആശയിട്ടാണ് മറ്റല്ല. ഞാൻ പള്ളിയിൽ പോകുന്ന ആളല്ല, പക്ഷെ ഞാൻ പറയാം, ഞാൻ എൻ്റെ ഫാദറിന്റെ സമയത്തുള്ള പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു 1 മാസമല്ല. അപ്പൊ അവിടെ ഈ ചേർച്ചിൽ തന്നെ പല റിച്വൽസ്. എൻ്റെ സ്കൂട്ടർ പല രൂപയിൽ കൊടുത്തിട്ട് ജയിപ്പിച്ചാണ്. 6 ആക്സിഡന്റ് ഉണ്ടായി. ഇപ്പൊ ആരാ റെസ്പോൺസിബിൾ? ഇതെല്ലാം കുറേയല്ലേ ഈ റിലീജിയസ് ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്. അവരുടെ പുരോഹിതന്മാർക്ക്, ഈ പുരോഹിതന്മാർ തന്നെയാണ് ജീസസ് ക്രൈസ്റ്റിനെ കൊന്നത്. അപ്പൊ ഇവർക്ക് കുറെ റിച്വൽസ് ഉണ്ട്, കുറെ രൂപ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പള്ളിയിൽ പോകാത്ത. ഏലിയൻസ് എവിഡൻസ് ഇല്ല, ഉണ്ടാവേണ്ടതാണ്. കാരണം ഏർത്തിൽ മാത്രമല്ല മനുഷ്യരുണ്ടാവേണ്ടത്, മറ്റിടത്ത് ഉണ്ടാവേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്, എക്സ്ട്രാ ടെറസ്ട്രിയൽ സിഗ്നൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് സയൻസ് ഫിക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഒരു ഫുൾ എവിഡൻസ് വന്നിട്ടില്ല. വെസ്റ്റേൺ കൺട്രീസ് എസ്പെഷ്യലി ഇൻ USA, അത് ഡെവലപ്ഡ് നേഷൻസ്, അവര് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലിവിംഗ് ഫോംസിൽ ബിലീവ് ചെയ്യുന്നു. അതിന് അവര് പലയിടത്തും പ്രൂഫ് വരാറുണ്ട്, ഇന്റർനെറ്റിൽ നമ്മൾ കാണാറുണ്ട്. പ്രൂഫ് എല്ലാത്തിനുണ്ട്, സോളിന് പോലും പ്രൂഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഭൂമിക്ക് പുറത്ത്, എർത്തിന് പുറത്ത് വേറെ പ്ലാനറ്റ്സിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഉണ്ടാവാം. നമുക്ക് അങ്ങനെ ഒരു ജീവൻ, ഞാൻ പറഞ്ഞു, നമ്മൾ ഈ എർത്തിൽ തന്നെയുള്ള കാര്യം അന്വേഷിക്കുക. ഇവിടെ എത്ര അസുഖങ്ങൾക്ക് മരുന്നില്ല. അത് നമ്മൾ ഈ കോസ്മോളജി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബ്രീഫ് ഹിസ്റ്ററിയുടെ മിഠായിയുടെ പിള്ളേർ മുഴുവൻ കോസ്മോളജി പറയണം. ആരും മെഡിക്കൽ ലൈനിൽ പോകുന്നില്ല. എത്രയോ അസുഖത്തിന് മരുന്ന് മേടിക്കുന്നത്. നമ്മൾ ഈ ഏർത്ത് തന്നെ ഇപ്പൊ വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുക, ഇവിടുത്തെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ മതിയല്ലോ. പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടുതന്നെ പുറത്തു പോകേണ്ട ആവശ്യമുണ്ടോ? ഏലിയൻ ഉണ്ടാവുകയില്ല, അത് നമ്മുടെ ഫാക്ടറല്ല. നമുക്കിവിടെ ചെയ്യാവുന്ന, നമുക്കിവിടെ എത്രയോ അസുഖങ്ങൾ, എന്തൊക്കെ പ്രശ്നമുണ്ട്, ഇവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുക മതി. മെഡിക്കൽ റിസർച്ചിന് പിള്ളേർ പോകണം. അതായത് സ്റ്റീഫൻ ഹോക്കിങ് വരുത്തിയ നെഗറ്റീവ് ട്രെൻഡാണ്. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും പിള്ളേർ പോയി ആദ്യം പോകുന്നത് കോസ്മോളജി ബുക്കാണ്. ഞാൻ കോസ്മോളജി വരെ വായിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ വേണ്ട മെഡിക്കൽ ലൈനൊക്കെയാണ്. ഹീമോഫീലിയ, അല്ലെങ്കിൽ മൾട്ടിമൈലോമ, അമിലിയോസിസ്, പല അസുഖം മരുന്നില്ല. അത് കണ്ടുപിടിച്ചില്ല. അവിടെ ലോബിയാണ്, ഫാർമസ്യൂട്ടിക്കൽ ലോബിയിലുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം കോർപ്പറേറ്റ് ആണ്. ഈ കോർപ്പറേറ്റുകാർ കുറച്ച് എത്തിക്സ് കാണിക്കണം. സന്തോഷേട്ടാ, ഇപ്പൊ ഏറ്റവും കൂടുതൽ റിസർച്ചിന് വെസ്റ്റേൺ നേഷൻസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒന്ന് ടെക്നോളജിയാണ്, പിന്നെ ഉള്ളത് മെഡിക്കൽ റിസർച്ച്, എസ്പെഷ്യലി ഇൻ ബയോളജി, ബയോടെക്നോളജി, ഇൻഫോർമാറ്റിക്സ്, അങ്ങനെയാണ് ഇത് പോകുന്നത്. പിന്നെ സ്പേസ് സയൻസിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. എസ്പെഷ്യലി ടെസ്ല ഒക്കെ, they are planning to bring people to Mars. ഇലോൺ മസ്ക്. അപ്പോൾ ഓൺ യുവർ ഒപ്പീനിയൻ, നമ്മൾ ഏത് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ റിസർച്ച്? ആദ്യം മെഡിക്കൽ, സെക്കൻഡ് ടെക്നോളജി, തേർഡ് സ്പേസ്. ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഇവിടെ എല്ലാം എത്തിക്സ് ഇല്ലെങ്കിൽ ഇതെല്ലാം നെഗറ്റീവായിട്ട് മാറും. ആദ്യമായിട്ട് മെഡിക്കൽ തന്നെയാണ്. മെഡിക്കൽ ഒരുപാട്, ഇലോൺ മസ്ക് മെഡിക്കലിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? മെഡിക്കലാണ് ഒരുപാട് ഇതിന് ട്രീറ്റ്മെന്റ് കണ്ടിക്കാനുണ്ട്. പക്ഷെ അത് കുഴപ്പം പറഞ്ഞാൽ ഇത് വരുമ്പോൾ കോർപ്പറേറ്റ് വേൾഡ് കയ്യിലെടുക്കുമ്പോൾ എത്തിക്സ് പോകും. ഫാർമസി ലോബി ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, കോവിഡിന് സമയം ഏത് ഫാർമസി കമ്പനിക്കാർ ഉണ്ടാക്കിയതാണ്. കാരണം അവർക്ക് അതിന് കാശ് കിട്ടിയിട്ടുണ്ട്. പണ്ട് സ്കർവിയുള്ള അസുഖം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അസുഖത്തിനും കൺട്രോളേ ഉള്ളൂ, ക്യൂർ ഇല്ല. ഇത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കേണ്ട ഒരുപാട് പ്രശ്നമുണ്ട്. ഇവര് ഭയങ്കര ലോബിയാണ്. ഇത് നാനോ മെഡിസിനിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ എത്ര കോൺട്രിബ്യൂട്ട്, ഞാൻ തന്നെ ക്യാൻസർ റിസർച്ച് വർക്ക് പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ജീവനോടെ ഇരിക്കില്ല പോകുന്നു.
അതുപോലത്തെ പ്രശ്നങ്ങളാണ്. അതുപോലത്തെ ഒരു ബിസിനസ് ലോബിയാണ് ഇവിടെ എല്ലാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, ഇവിടെ എല്ലാം പ്രശ്നം പറഞ്ഞ എത്തിക്സിലായ്മയാണ്. അത് ഡെവലപ്പ് ചെയ്യണം. അത് വെറുതെ ഫിലോസഫി പഠിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. വീടുകളിലും സ്കൂളുകളിലും എഡ്യൂക്കേഷൻ ഒരു വലിയ സിസ്റ്റമാണ്. അതിപ്പോൾ വളരെ ലാക്ക് ചെയ്യാം. നമ്മള് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഞാൻ വീണ്ടും ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്. കോൺഷ്യസ്നസ് സയന്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നത് അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇമോഷൻ, ഫീലിങ്സ് അതെല്ലാം സബ്ജക്റ്റീവ് ആണ്. പക്ഷെ അത് ഒബ്ജക്റ്റീവായി സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പ്രോജക്റ്റ് ചെയ്ത അതിലാണ്. സയന്റിഫിക്കലി പോസിബിൾ ആണ്. ഡെന്നറ്റും ചേർച്ചിനും രണ്ടുപേര് പറയാനുണ്ട്. പറ്റില്ല എന്ന് പറയുന്നവരും ഉണ്ട്. രണ്ടിൻ്റെ ആ ഫിലോസഫിക്കലായിട്ടും സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലെയിൻസ് ഡിഫറൻസ് ആണ് ഹാർട്ട് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് സ്റ്റഡി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡെന്നറ്റ് പറഞ്ഞ ആളുകളുണ്ട്. ഫിലോസഫി ഓഫ് മൈൻഡിലാണ് കോൺഷ്യസ്നസ് വരുന്നത്. പിന്നെ ഇത് ഇന്ത്യൻ ഫിലോസഫിയിലും ഉണ്ട് കോൺഷ്യസ്നസ്. പിന്നെ ഫിനോമിനോളജി ഉണ്ട്, ക്വാണ്ടം ഫിലോസഫി. കോൺഷ്യസ്നസ് ഒരുപാട് റിസർച്ച് നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അത് സബ്ജക്റ്റീവായിട്ട് സംഭവമായതുകൊണ്ട് ഒബ്ജക്റ്റീവായി സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുണ്ട്. കോഗ്നേറ്റീവ് സയൻസ് എല്ലാം ഉണ്ട്. അതിൽ ഫിലോസഫി വേണം, സൈക്കോളജി വേണം, ന്യൂറോ സയൻസ് വേണം. ഒരുപാട് ഇന്റർ ഡിസിപ്ലിൻ സബ്ജക്റ്റാണ്. അപ്പോൾ കോൺഷ്യസ്നസ് ഒരുപാട് റിസർച്ച് നടക്കാം. സ്പിരിച്വൽ രീതിയിലും ഉണ്ട്, സയന്റിഫിക് രീതിയിലും ഉണ്ട്, ഫിലോസഫി രീതിയിലുണ്ട്, പല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കറണ്ട് ഏരിയ ആണ്. ബിസിനസ് അല്ല, റിസർച്ച് നടക്കുന്നത്. ബിസിനസ് ആയിട്ടില്ല. ബിസിനസ് ആവും ഇനി എന്തെങ്കിലും. വലിയ കണ്ടുപിടുത്തം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഈവൻ ഇന്റലിജൻസ് പോലും കറക്റ്റായിട്ട് ഡെഫിനേഷൻ കിട്ടിയിട്ടില്ല. ഇന്റലിജൻസ് പോലും. ഫിലോസഫിയിൽ പൊളിറ്റിക്സ് ഓൾറെഡി പഠിക്കുന്നുണ്ടാവും. ഉണ്ട്. പൊളിറ്റിക്സിൽ ഫിലോസഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു പാർട്ടിയുടെ ഐഡിയോളജി അല്ലെങ്കിൽ ഒരു നാഷന്റെ പോളിസി ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്, അവരുടെ പ്രിൻസിപ്പിൾസ്, അവരുടെ പോളിസി ഡിസിഷൻ മേക്കിംഗ്, അവരുടെ വിഷൻ ഡോക്യുമെന്റ്. ഇപ്പൊ അതെല്ലാം ഉണ്ടോ? ഇപ്പൊ മുഴുവൻ കറപ്ഷൻ അല്ലേ? അതെ, ഇതെല്ലാം എടുക്കുന്ന ഫിലോസഫിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നാഷണൽ ലെവലാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSS ഒറിജിൻ വരുന്നത് ഹിന്ദുത്വ നാഷണലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് ആര്യ സമാജത്തിന്റെ ഇന്ത്യയെ കുറിച്ചുള്ള അല്ലെ ഇന്ത്യൻ സബ്കോൺഷ്യസ് ആണ്, അല്ല അവരുടെ ഫിലോസഫി എന്നാണ് ഈ സംഭവം വരുന്നത്. അവരുടെ ആര്യനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇപ്പൊ ഇന്ത്യയിൽ സംഭവിച്ചത്. ആര്യൻ സിവിലൈസേഷനിലെ ആര്യൻ ട്രൈബ്സിന്റെ വാല്യൂസ് ആണ് അവർ ഓൾ ഇന്ത്യ ബേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നത്. അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ മാറ്റും, അല്ലെങ്കിൽ ലോ റിഫോം ചെയ്യും, എന്ത് വേണം കാണിക്കും. അത് വരുന്ന വർഷങ്ങളിൽ ഈ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. മൈ ക്വസ്റ്റ്യൻ ഈസ്, കമ്പയറിംഗ് ടു ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റംസ്, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ആസ് പെർ ഫിലോസഫി ഏതായിരിക്കും? ഏറ്റവും നല്ല ഏതാണ്? സോഷ്യലിസം. വൈ? കാരണം അതാ കുറച്ചുകൂടെ എല്ലാവർക്കും കൂടെ എല്ലാവരും ഇൻക്ലൂസീവ് ആയിട്ട് എല്ലാവർക്കും ഗുണം വരുന്നത്. ഡെമോക്രസി ആണ് മെജോറിറ്റിയാണ് ആക്ച്വലി. അതിൽ ഇപ്പോൾ ഡെമോക്രസി ഇന്ത്യയിൽ കുറേ പ്രശ്നമുണ്ട്. ഫ്രീഡം എല്ലാവരും ഒരുപാട് പ്രശ്നമുണ്ട്. സോഷ്യലിസം ആണുള്ളത്. സോഷ്യലിസം നല്ലൊരു ഐഡിയോളജി. എക്കണോമിക്സിൽ നിങ്ങൾ ഫിലോസഫി റിസർച്ച് ചെയ്യുന്നുണ്ട്? എക്കണോമിക്സിൽ ഫിലോസഫി ഉണ്ട്. എക്കണോമിക് സിസ്റ്റംസ് നമ്മൾ പറയുകയാണെങ്കിൽ പല ടൈപ്പ് ഒളിഗാർക്കി ഉണ്ട്, ഡെമോക്രസി ഉണ്ട്, മോണോപോളി ഉണ്ട്, ദെൻ കൺസർവേറ്റീവ് ക്യാപിറ്റലിസം ഉണ്ട്. ഇതില് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ? ക്യാപിറ്റലിസ്റ്റിന് കുഴപ്പമുണ്ട്. ക്യാപിറ്റലിസ്റ്റ് ഇൻഇക്വാലിറ്റി ഉണ്ടാക്കും. എക്കണോമിക് ഇൻഇക്വാലിറ്റി വളരെയധികം ഉണ്ടാക്കും. ഇപ്പോൾ റഷ്യന് കണ്ടില്ലാത്തതുകൊണ്ട് അമേരിക്ക ഒരുപാട് തോന്നിവാസം കാണിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും പറയും കമ്മ്യൂണിസം വർക്കൗട്ട് ആവില്ല, എല്ലാവരും ക്യാപിറ്റലിസം വേണമെന്ന്. പക്ഷേ ക്യാപിറ്റലിസം വേണം. കാരണം ചൈനയിൽ പോലും ഗ്ലോബലൈസേഷൻ, ഇന്ത്യയിലായാലും ഗ്ലോബലൈസേഷൻ വന്നപ്പോഴാണ് ഇമ്പ്രൂവ് ചെയ്തത്. ഇതെല്ലാവരും കമ്പൈൻഡ് തിയറിയാണ് വേണ്ടത്. എല്ലാം വേണം. ക്യാപിറ്റലിസ്റ്റും വേണം, കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റും എല്ലാം കമ്പൈൻ ചെയ്ത് തിയറിയാണ് വേണ്ടത്. അങ്ങനെ തിയറി ഉണ്ടായിട്ടില്ല. ഓൺ യുവർ ഒബ്സർവേഷൻ ഏറ്റവും പ്രാക്ടിക്കലായ എക്കണോമിക്കൽ സിസ്റ്റം ഏതാണ്? പ്രാക്ടിക്കലി ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. ചൈനയിലും ഇംപ്ലിമെന്റ് ചെയ്തോളാം. ഇന്ത്യയിൽ അത്ര വന്നിട്ടില്ല. എല്ലാവരും കോമ്പിനേഷൻ വേണം, ഒരെണ്ണം മാത്രം പോരാ. കാരണം ഗ്ലോബലൈസേഷനിൽ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിലുള്ള പല ചിന്തകന്മാരും എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റ് വിത്ത് വെൽഫെയർ സ്കീംസ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ വെൽഫെയർ സൊസൈറ്റി വിത്ത് ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. വെൽത്ത് ഉണ്ടാക്കാൻ നല്ലതാണ്, പക്ഷെ കുറച്ച് എത്തിക്സിന്റെ പ്രോബ്ലം വരും. വെൽത്ത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ക്യാപിറ്റലിസം ആണ്. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ ചെയ്യാൻ അമേരിക്ക 1950 2000 ആ 50 വർഷത്തിലാണ് അവർ പൊങ്ങിയത്. കാശ് ഒരു പരിധിക്ക്, പക്ഷെ അവിടെ എത്തിക്സോടെ ആഡ് ചെയ്യണമെങ്കിൽ സോഷ്യലിസം വേണം. How socialism is different from communism? സോഷ്യലിസം കമ്മ്യൂണിസം എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോഷ്യലിസം പറഞ്ഞാൽ ഒരു പ്രപ്പോസൽ ഉണ്ടോ, നിങ്ങൾ അതിലൊരു എക്സ്പ്ലോയിറ്റേഷൻ ആണെങ്കിൽ വരാം. പ്രപ്പോസൽ ഇപ്പോൾ ബൈബിളിൽ വരുന്ന സംഭവമുണ്ട്, രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ച അത് മുഴുവൻ അധ്വാനിച്ച ആൾക്ക് കൊടുക്കുന്നതാണ് പ്രപ്പോസൽ വെൽത്താണ്.
പ്രൊപ്പോഷണൽ ലേണിംഗ് ആണ്. അവസാനം വന്ന ആൾക്ക് കൊടുക്കുന്ന മിനിമം നീഡാണ്. മിനിമം നീഡാണ് കമ്മ്യൂണിസം. പക്ഷെ മിനിമം നീഡ് കൊടുക്കുമ്പോൾ അവന് കമ്മ്യൂണിസത്തിൽ ഇത് വരും, എന്താ ലേസിനെസ് വരും. സോഷ്യലിസ്റ്റിന് കുഴപ്പമാണ്, കുറച്ച് എക്സ്പ്ലോയിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. ബൈബിളിൽ ഒരു കഥയുണ്ട്, രാവിലെ വന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്ന, അതാണ് സോഷ്യലിസം. പിന്നെ വന്ന ആള് മിനിമം നീഡ് കൊടുക്കുന്നതാണ് കമ്മ്യൂണിസം. സോഷ്യലിസ്റ്റാണ് വേണ്ടത്. ഈ കമ്മ്യൂണിസം ആണ് ഈ പ്രൊലട്രേറ്റ് മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വേണം, അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അത് ആ ഒരു സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്കൊന്ന് വേറൊരു കാർൽ മാർക്സ് ആവശ്യമുണ്ട്, പുതിയ തിയറി ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മൾ എക്കണോമിക് സിസ്റ്റംസ് പറയുകയാണെങ്കിൽ ഫ്രീ മാർക്കറ്റ് എക്കണോമി അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൺട്രി പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ബേസിക്കലി ഫണ്ടമെന്റലി ഈ വർക്കിംഗ് പോപ്പുലേഷൻ ഉണ്ടല്ലോ സൊസൈറ്റിയുടെ, അവർക്ക് കാശില്ലെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യത്തില്ല. ബേസിക്കലി ദേ ഹാവ് ടു ബി ഇപ്പൊ നമ്മൾ മിഡിൽ ഇൻകം എക്കണോമി എന്ന് പറയുന്നത് മിഡിൽ എക്കണോമി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇന്ത്യയിലെ സിറ്റുവേഷനിൽ ലോവർ മിഡിൽ ക്ലാസ് എക്കണോമി എന്നാണ് നമ്മളെ പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ മിഡിൽ ഇൻകം എക്കണോമി. ആണ് ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പൈസ ഇല്ല. അതായത് ഈ വർക്ക് ചെയ്യുന്ന ലോവസ്റ്റ് ഓഫ് ദ ലോവസ്റ്റ് വരുമ്പോ ഈ ഡെയിലി വേജ് വർക്കേഴ്സ്, ഈ കൂലിപ്പണിക്ക് പോകുന്നവര്, ദെൻ മിഡിൽ ക്ലാസ് വർക്കേഴ്സ്, ഇവർക്ക് സത്യം പറഞ്ഞാൽ ലീവബിൾ വേജ് ഇവിടെ കിട്ടുന്നില്ല. ജീവിക്കാനുള്ള കാശ് കിട്ടാത്തതുകൊണ്ട്, മിനിമം വേജ് കിട്ടുന്നുണ്ട്, ലീവബിൾ വേജ് എന്ന് പറയുന്നത്, അതായത് നന്നായിട്ട് ജീവിക്കാനുള്ള കാശ് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയില് യൂറോപ്യൻ കൺട്രീസിലുണ്ട്. എക്സാക്ട്ലി, അവിടെ നമുക്ക് അവർലി റേറ്റ് സിസ്റ്റം ആണ്. അമേരിക്കയിൽ പോലും ഇല്ല. അമേരിക്കയിൽ പക്ഷെ ഭയങ്കര സ്ട്രെസ് ഭയങ്കരമാണ്. യൂറോപ്യൻ സിസ്റ്റം ഉള്ളത്. അപ്പോൾ അവർക്ക് അവർലി റേറ്റ് വരുമ്പോൾ ഓരോ ജോബിനും ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇത്രയാണ് മിനിമം റേറ്റ്. അപ്പൊ അതനുസരിച്ച് കിട്ടുന്നതുകൊണ്ട് അത് ലീവബിൾ വേജ് ഇൻകം ആണ്. അവരതിന് യു എസിലാണ് വർക്ക് ഓൺ വേജസ്, W2 സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോപ്പ് ടു കോപ്പ് എന്ന് പറയുന്നത്. കൂടുതലും കോൺട്രാക്ട് ജോബ്സ് ആണ്. ഈ കോൺട്രാക്ട് ജോബ്സിൽ സ്കില്ലും ടാലന്റും ഉള്ള ആളെയാണ് മെയിൻ ആയിട്ട് എടുക്കുക. അപ്പൊ എക്സ്പ്ലോയിറ്റേഷൻ അല്ല, കോമ്പിറ്റൻസി ഹൈ ആയിരിക്കും, ജോബ്സ് കിട്ടാൻ എളുപ്പമുണ്ട്. ഇന്ത്യയിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സാലറി സിസ്റ്റം വരുമ്പോഴത്തേക്കും പെർമനന്റ് ജോബ്, അതായത് ഫുൾ ടൈം ജോബ്സ് ആണ് കൂടുതൽ. ഫുൾ ടൈം ജോബ്സിൽ ഹയറിങ് ഭയങ്കര സ്ലോ ആയിരിക്കും. മാത്രമല്ല അവർ നിങ്ങൾ ഒരു വർഷം ഒരു കമ്പനിയിൽ എത്ര വർഷം നിന്നു, നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബേസിക്കലി മോസ്റ്റ്ലി എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഓൾസോ നിങ്ങളുടെ ഒരു സ്ലേവ് മെന്റാലിറ്റി, ഇതാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. ഫണ്ടമെന്റലി ഈ രണ്ട് ആൾക്കാർ എന്തുകൊണ്ട് ഗവൺമെന്റ് ജോബ് എടുക്കുന്നത്? കാരണം അവർക്ക് പിന്നെ പണിയെടുക്കാൻ വേണ്ട, ജീവൻ സെക്യൂർ ആയി. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പല ഗവൺമെന്റ് ആൾക്കാർ ജോലി ചെയ്യണമെന്നില്ല, പ്രോപ്പറായിട്ട് ജോലി ചെയ്യാതെ പ്രൊഡക്റ്റ് സൊസൈറ്റിയെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ സോഷ്യലിസം ഒരു ലേസി ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് സോഷ്യലിസ്റ്റെക്കാട്ടും കമ്മ്യൂണിസ്റ്റ് ആണ് കുറച്ച് ലേസി ആയിട്ട് തോന്നിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സൊസൈറ്റി ക്യാപിറ്റലിസ്റ്റ് ആൾക്കാരുടെ ഗുണം പറഞ്ഞാൽ അവർ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, ബിക്കോസ് ദേ വാണ്ട് മണി. അപ്പൊ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് തീരെയാണ് വേണ്ടത്. എത്തിക്കൽ ഭാഗം വരണമെങ്കിൽ സോഷ്യലിസവും എക്കണോമിക് ഭാഗം വരണമെങ്കിൽ ക്യാപിറ്റലിസവും വേണം. രണ്ടും വേണം. ഗ്ലോബലൈസേഷൻ നടക്കുന്ന അതാണ്. പിന്നെ വിധിയിലൊക്കെ വിശ്വാസമുണ്ടോ? വിധിയിൽ വിശ്വാസം ഇല്ല. കാരണം അത് ഡിറ്റർമിനിസ്റ്റിക് ആയി തിങ്കിങ് ആണ്. എല്ലാം അങ്ങനെ പ്രീ പ്ലാൻഡ് ആണ്. നമ്മൾ വെറും റോബോട്ട്സ് ആണ്, മനുഷ്യരാണ്. അങ്ങനെ പ്രീ പ്ലാൻഡ് അല്ല. എന്തുകൊണ്ട് കുറെ ആൾക്കാർ വിധിയിൽ വിശ്വസിക്കുന്നു? അത് അവരുടെ റിലീജിയസ് ബിലീഫാണ്. വിധിയിലൊന്നും വിധി ഫ്രീ വില്ലാണ്. ആക്ച്വലി ബേസിക്കലി ഫ്രീ വില്ലാണ്. വിധി എന്ന് പറയുമ്പോൾ എല്ലാം പ്രീ ഡിറ്റർമൈൻഡ് ആണെങ്കിൽ പിന്നെ മനുഷ്യനെ കുറ്റം പറയേണ്ട ആവശ്യം എന്താണ്? ഫണ്ടമെന്റലി നമ്മളുടെ മിസ്റ്റേക്സ് കൊണ്ടല്ലേ നമ്മൾ. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന് അങ്ങനെ സംഭവം കൊടുക്കായിരുന്നു. നേരത്തെ പറഞ്ഞ ഗുഡ് ആൻഡ് സ്ട്രോങ് മൈൻഡ് ആണെങ്കിൽ ഈ ഫ്രീ വില്ല് മിസ്യൂസ് ചെയ്യില്ല. ഫ്രീ വില്ല് ഉണ്ടാവും, ഫ്രീ വില്ല് ഉണ്ട്, പക്ഷെ ഫ്രീ വില്ല് മിസ്യൂസ് ചെയ്യില്ല. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റിനും ഫ്രീ വില്ല് ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി മിസ്യൂസ് ചെയ്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയാൽ റിലീജിയന്റെ ഒരു വലിയ കുഴപ്പമാണ് മാസ്റ്റർ സ്ലേവ് റിലേഷൻ എന്ന് പറയും. ഹെഗലും മറ്റേ നീഷ്യയിൽ പറഞ്ഞതാണ്. ആ ഒരു ഇത് മാറ്റണം. എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ടുണ്ട്. റിലീജിയനും നല്ല കാര്യമുണ്ട്, മനുഷ്യത്വപരമായിട്ട് പല കാര്യം, ഫോർഗീവ്നെസ്, ഇതൊന്നും ആരും പാലിക്കുന്നില്ല. എല്ലാവരും ഒരു സെൽഫിഷ് പ്രേഷൻ പ്രാർത്ഥിക്കുന്നില്ല. അത് ഈ നല്ല കാര്യമൊന്നും ആരും ഫോളോ ചെയ്യുന്നില്ല. ഈ ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പം ഗെറ്റിംഗ് ഓൺ ദ ഇൻഫൻസി സ്റ്റേജ്, ഇത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 50 ഇയർ കഴിയുമ്പം ഈ ലോകം അവസാനിക്കുമെന്ന് തോന്നുന്നു. എത്തിക്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എത്തിക്സ് ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, പക്ഷെ ഗുണമില്ലേ? കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തു. എത്ര ഗുണമുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ എത്തിക്കൽ അപ്രോച്ചൊന്നും കൊണ്ടുവരണം. എത്തിക്സ് വന്നാൽ ഇതെല്ലാം മര്യാദ ഉപയോഗിക്കാം, പ്രൊഡക്ടിവിറ്റി കൂടും. ഡീഫേക്കുകൾ വളരെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നാരായണമൂർത്തിയുടെ വീഡിയോ ഉള്ള ഡീഫേക്ക്, അങ്ങനെ അത് എത്തിക്സിലായതുകൊണ്ടാണ്. എത്തിക്സ് ആണ് ഇതിന്റെ എല്ലാം റൂട്ട്. എത്തിക്സ് ഉണ്ടെങ്കിൽ എന്ത് ടെക്നോളജി എന്ത് വേണം അപ്ലൈ ചെയ്യാം. ബിസിനസ് എനി ലൈൻ
അതാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അത് പഠിക്കുന്നത്. പുതിയ ജനറേഷൻ അവരുടെ പേരൻസ് അത് പഠിപ്പിക്കുന്നില്ല, സ്കൂളുകളിലും ഇല്ല. ഇവിടെ പണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് മോറൽ സയൻസ് അതിലുള്ള ആൾക്കാർ പഠിക്കുകയില്ല, കാരണം മാർക്കില്ല, പറഞ്ഞാൽ ആരും പഠിക്കില്ല. അങ്ങനത്തെ ഒരു എത്തിക്കൽ അപ്രോച്ച് വേണം. അതില്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം മിസ്യൂസ് ആവുന്നത്. മോറൽ സയൻസും കാറ്റഗറീസും ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പക്ഷെ മോറൽ സയൻസ് ഞാൻ പഠിക്കുന്ന കാലത്ത് മാർക്ക് കിട്ടില്ലാണ്, പിള്ളേർ പഠിക്കില്ല, എനിക്ക് ടോപ്പ് മാർക്ക് ഉണ്ട്. ടോപ്പ് മാർക്കാണ്. അതൊക്കെയാണ് വേണ്ടത്. അത് നമ്മൾ ലൈഫിൽ അപ്ലൈയും ചെയ്യണം. അത് കുറെ കൂടെ വാല്യൂസ് ആണ് നമുക്ക് അതല്ല, പാർട്ട് ചെയ്യുന്നത്. അവിടെയെല്ലാം റിലീജിയനിലെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലാണ് ബ്രദർഹുഡ് എന്ന കോൺസെപ്റ്റ്. നമ്മൾ ഭയങ്കര റാഷണൽ അയൻഡ്രാണ്ട് ഫിലോസഫറിലിട്ടാ ഭയങ്കര റാഷണലായി കഴിഞ്ഞാൽ മനുഷ്യത്വം സംഭവം പോകും. റാഷണാലിറ്റി ഇമോഷൻ രണ്ടും വേണം. ഇമോഷൻ മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ബയസ്ഡോ, രണ്ടും മുന്നോട്ട് പോകണം. എൻ്റെ ഒരു വേറെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇസ്ലാമിലാണ് ബ്രദർഹുഡ് ഉണ്ട്, ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ബ്രദർഹുഡ് ഉണ്ട്, ഈവൻ ജുദായിസം ഇങ്ങനെയുള്ള സെമിറ്റിക് റിലീജിയൻസിലെല്ലാം ബ്രദർഹുഡ് ഒരു വലിയ കോൺസെപ്റ്റ് ആണ്. മെയിൻലി ഇൻ റിലീജിയൻസ്. എത്തീസ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവർക്ക് കൂടുതൽ റാഷണാലിറ്റി ആണോ ഫോക്കസ് ചെയ്യുന്നത്, അത് ബ്രദർഹുഡ് ആണോ? ഹ്യൂമൻ സൈഡ് റാഷണാലിറ്റിയാണ്. അവർക്ക് ഹ്യൂമൻ സൈഡ് കുറവാണ്. ഹ്യൂമൻ സൈഡ് കുറവെന്ന് പറയാൻ പറ്റും. പണ്ടെല്ലാം ഒരുപാട് എത്തിസ്റ്റിലെ ഒരുപാട് നല്ല മനുഷ്യരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് കുറഞ്ഞു വരുവാണ്. ഇപ്പോൾ അവർക്ക് അത് ഒരു ഹ്യൂമാനിറ്റേറിയൻ ലോജിക്കാണ് അവർ ആദ്യകാലത്ത് അപ്ലൈ ചെയ്തത്. ഇപ്പോൾ സയന്റിഫിക് ലോജിക് അപ്ലൈ ചെയ്യുമ്പോഴാണ് മനുഷ്യത്വം ഇല്ലാതെ പോകുന്നത്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ലോജിക് അപ്ലൈ നല്ലതാണ്. ലോജിക് അപ്ലൈ ചെയ്താൽ നമുക്ക് മിക്ക പ്രോബ്ലത്തിനും സൊല്യൂഷൻ കിട്ടും. അതായിരുന്നു ആദ്യകാലത്ത് ഹ്യൂമാനിറ്റേറിയൻ ലോജിക്കായിരുന്നു. ഇപ്പോൾ അത് സയന്റിഫിക് ലോജിക്ക് മാറുമ്പോൾ ദൈവമില്ല അങ്ങനെ പ്രൂവ് ചെയ്ത് അവർ വേറൊരിലേക്ക് പോവുകയാണ്, ഹ്യൂമൻ സൈഡിൽ മാറുകയാണ്, മനുഷ്യത്വം അങ്ങനത്തെ കാര്യങ്ങൾ മാറുകയാണ്. പക്ഷെ ഒരുപാട് എത്തിയസ്റ്റുകൾ പണ്ട് ഉണ്ടായിരുന്നു നല്ല മനുഷ്യരായിട്ടുള്ള റിലീജിയസ് ബിലീവറെ കാട്ടും. ബിലീവേഴ്സ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബ്ലൈൻഡ് ഫെയ്ത്ത്, അവിടെയാണ് കാർൽ മാർക്സ് പറഞ്ഞത്. എത്രയോ പേര് ബ്രൂണോയെ കൊല്ലുക ഒരുപാട് നടന്നിട്ടുണ്ട്. കാർൽ മാർക്സ് എപ്പോഴും പറഞ്ഞാൽ ആ ബ്ലൈൻഡ് ഫെയ്ത്തിനെതിരായിട്ട് പറഞ്ഞത്. വേറെ നല്ല ഷൈ ഓഫ് ഒപ്രസ്, ഹാർട്ട് ഓഫ് ഹാർട്ട്ലെസ് വേൾഡ്, നല്ല കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ആ ബ്ലൈൻഡ് ഫെയ്ത്ത് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അവിടെ റീസണിങ് പോകും. അവിടേക്കാണ് ഫിലോസഫിയുടെ ആവശ്യം. ഞാൻ ഫിലോസഫി പഠിക്കുന്ന ആളുകൊണ്ടല്ലോ, എഡ്യൂക്കേഷൻ തന്നെ ഫിലോസഫിയുടെ ഒരു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ചേഞ്ച്. കാരണം എല്ലായിടത്തും അതുണ്ട്, ഫിലോസഫി, മാത്സ്, എല്ലാ സബ്ജക്റ്റും ഉണ്ട്, എല്ലാ ലൈഫിലെല്ലാം എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്നാൽ തന്നെ ഒരുപാട് ചേഞ്ച് വരുത്താൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാവണമല്ലോ. ഉറങ്ങുന്നവരാണോ ഉറക്കം നടിക്കുന്നവരാണോ അറിയില്ല. മലയാളികൾ ഉറങ്ങുന്നവരല്ല, ഉറങ്ങുന്നവരാണ് നമുക്ക് ഉണർത്താം. ഇത് ഉറക്കം നടിക്കുന്നവരാണ്. മലയാളികൾക്ക് ആകെ ഒരു ആത്മാർത്ഥമുള്ള പണത്തോട് മാത്രമേ ഉള്ളൂ. ഇവര് ലോജിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ഇവര് മാനിപ്പുലേറ്റീവ് ആണ്, കണ്ണിങ് ആണ്. തമിഴന്മാര് ഭയങ്കര ഇമോഷണൽ ആണെങ്കിൽ അവർക്കൊരു ആത്മാർത്ഥതയുണ്ട്, പക്ഷെ അത് വേറെ എക്സ്ട്രീം. ഇത് രണ്ട് എക്സ്ട്രീമാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ചെറിയ ക്വിക്ക് ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. ആഫ്റ്റർ ബ്രേക്ക് വി വിൽ കം ബാക്ക് ടു ദ ഇന്റർവ്യൂ. ഓക്കെ.